സത്യത്തിൽ ഇങ്ങോട്ട് വരണമെന്ന് കുറച്ച് ദിവസം മുന്നേ ചിന്തിക്കുകയാണ്. പക്ഷെ ഇന്നാണ് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മഹാശക്തി അപരാശക്തി അനുഗ്രഹിച്ചത്. ഇവിടെ വന്നപ്പോൾ ഒറ്റ കാര്യം മാത്രം, മഹാഭാരതത്തില് ഭാരതീയർ അനാദിയായിട്ട് ചൊല്ലാറുള്ള ഒരു ശ്ലോകമാണ് ഉള്ളിലേക്ക് ഓർമ്മ വന്നത്. ആ ശ്ലോകം ഇവിടെ ചൊല്ലാതെ പോയാൽ അതൊരു പ്രയാസമായിരിക്കും എന്നുള്ളതിനെ കൊണ്ടാണ് ആ ശ്ലോകം ഇവിടെ ചൊല്ലുന്നത്. ഉത്സാഹം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമം ഷടേതേ എത്ര തിഷ്ഠന്തി തത്ര ദൈവോപി തിഷ്ഠതി. ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ മഹാമഹത്തിന്, അതായത് ഈ മഹാമഹത്തിന് ഉള്ള പ്രൗഢി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ മനസ്സ് ഉണരുകയും നമ്മൾ ഉണർന്ന് ചിന്തിക്കുകയും ഒത്തൊരുമിച്ച് നിൽക്കുകയും ചെയ്താൽ എല്ലാ യജ്ഞത്തെയും വിജയത്തിൽ എത്തിക്കാമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ മഹാഭാരതകാരൻ അർത്ഥമാക്കുന്നത്. ഒരു സംശയം വേണ്ട. അതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഉത്സാഹമാണ്. ആ ഉത്സാഹം ഈ എന്താ പറയാ തീരത്ത് കണ്ടു. ഒരു സംശയം ഉണ്ടായി ഇവിടെ കണ്ടു. ഈ ത്രിമൂർത്തി സ്നാനഘട്ടില് അത് കണ്ടു. നമ്മൾ പലപ്പോഴും ഗംഗയില് സ്നാനം ചെയ്യാനാണ്. ഗംഗയിൽ പോയി കഴിഞ്ഞാല് അവിടെ നമുക്ക് 3 സംഗമ ഭൂമി കാണാം. കാശി 3 സംഗമ ഭൂമിയാണ്. ഇട, പിംഗല, അതിന്റെ ഇടയിൽ കൂടിയുള്ള സുഷുമ്ന, ഈ 3 സംഗമ ഭൂമിയാണ്. അതിന്റെ നേർ പതിപ്പാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇട, പിംഗല, അതിന്റെ നടുവിലൂടെയുള്ള സുഷുമ്ന, ആ മൂലാധാരത്തിന്റെ ഉയർച്ച. ആ മൂലാധാരത്തില് നമ്മൾ ഓർക്കേണ്ടത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര്, നടുവിൽ അവൾ എന്താ പറയാ ദേവി ഇരിക്കുന്നു. എന്ന് വെച്ചാൽ അവൾ എന്താ പറയാ അന്തർമുഖ സ്മാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന ഭാവത്തിൽ എന്താ പറയാ 3 എന്താ പറയാ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ നടുവിൽ മൂലാധാരത്തെ തട്ടി ഉണർത്താൻ ഇരിക്കുമ്പോൾ അവിടെ 6 കാര്യത്തെ പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ടവര് ഓർത്തു വെക്കണം. 1 ഉത്സാഹം, 2 സാഹസം, 3 ധൈര്യം, 4 ശക്തി, 5 പരാക്രമം. ഈ എന്താ പറയാ 5-6 കാര്യങ്ങൾ ആരൊരാളിൽ മേളിക്കുന്നുവോ അവന് മാത്രമേ ഒരു യജ്ഞത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ. നല്ല ഉത്സാഹം വേണം. ആ ഉത്സാഹം ഈ കരയിൽ മുഴുവനും കണ്ടു. പരസ്പരം നിയന്ത്രിച്ച് ഒത്തൊരുമിച്ച് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പോരുന്ന കാഴ്ച കണ്ടു. പലരും അവിടെ വാഹനം നിയന്ത്രിക്കുന്നു, പല കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. സാഹസം, ഇത് ഏറ്റെടുക്കുമ്പം അതിൽ പ്രതിസന്ധി ഉണ്ടാവും, പല പ്രതിസന്ധിയും. അതിനെ തട്ടിത്തരണം ചെയ്ത് അപ്പുറത്തേക്ക് കടന്ന് അതിനെ നേരിട്ട് മുന്നോട്ട് പോകുന്ന മഹാശക്തി. ഉത്സാഹം, സാഹസം, പോരാ ധൈര്യം, നല്ല ധൈര്യം ഉള്ളിൽ വേണം. ആ ഉൾക്കരുത്ത് ഉണ്ടാകണം. എന്ത് പ്രതിസന്ധി വന്നാലും നേരിടുമെന്ന ഉൾക്കരുത്ത് അതിവിടെ കണ്ടു. ഉത്സാഹം, സാഹസം, ധൈര്യം, ബുദ്ധി. അവനോന്റെ തലയിൽ ബുദ്ധി വർക്ക് ചെയ്യണം. മറ്റവനെ നോക്കി നിൽക്കുകയല്ല വേണ്ടത്. അവനോൻ എന്താ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. ആ ബോധ്യത്തിലൂടെ മുന്നോട്ട് നടക്കാനുള്ള ഒരു കെൽപ്പുണ്ടാകണം. അത് ഈ കരയിൽ കണ്ടതില്, അതായത് നമ്മുടെ നാട്ടിൽ കണ്ടതില് അതിയായ സന്തോഷം തോന്നി. ഉത്സാഹം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി. മനഃശക്തി നന്നാക്കി ഉണ്ടാവണം, കരുത്ത് നന്നാക്കി ഉണ്ടാവണം. ബലഹീനനായി ഇരിക്കരുത് ഒരു കാരണവശാലും. പോരാ, പരാക്രമം. എന്താ പരാക്രമം? സ്വാമിനിയമ്മ ഓടി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെയും കണ്ടിട്ടുണ്ടാവും. അങ്ങേ കരക്കില് എന്താ പറയാ നമ്മുടെ സ്വാമി അവിടെ എന്താ പറയാ അവിടെ ഓടി നടക്കുന്നുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഓട്ടത്തെയാണ് പരാക്രമം എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക, വരുന്നവരെ നോക്കുക, ഇവിടെ സത്സംഗം നടക്കുന്നുണ്ടോ നോക്കുക, ഇവിടുത്തെ പൂജാക്രമങ്ങളെ ക്രമീകരിക്കുക, അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സത്സംഗം ഒരുക്കുക. ഇതൊക്കെ ചെയ്ത് ഓടി നടക്കുമ്പോഴാണ് അതിനെ പരാക്രമം എന്ന് വിളിക്കുന്നത്. ഈ 6 ഒരാളിൽ അഥവാ ഏതൊരാളിൽ മേളിക്കുന്നുവോ അവന് ഈശ്വര അനുഗ്രഹം ഉണ്ടാകും. നാളത്തോടുകൂടി ഇവിടെ അവസാനിക്കുന്ന മഹാചടങ്ങില് ആ ഈശ്വരാനുഗ്രഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നവരാണ് നമ്മള്. അതിന്റെ ഒരു ഭാഗമാവാൻ ഇവിടെ വരാൻ കഴിഞ്ഞതില് അതിയായ സന്തോഷമുണ്ട്. ആ തൃക്കാൽക്കൽ നമസ്കരിക്കാനും അതുപോലെ തന്നെ മഹാസങ്കല്പ ശക്തിയായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആ സങ്കല്പ ശക്തിയില് ഈ യജ്ഞഭൂമി അതിന്റെ ഓരോ മണൽത്തരിക്കും ഓരോ കഥ പറയാനുണ്ടാവും. 12 വർഷത്തിലൊരിക്കൽ എന്താ പറയാ പൂത്തുലയുന്ന ഈ തീരത്ത് ആ ഓരോ മണൽത്തരിയും ഓരോ കഥ പറയും. ഒരു സംശയം വേണ്ട, ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഒത്തുകൂടിയ ആ സുന്ദരമായ കഥ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിവേകാനന്ദ സ്വാമികൾ 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ പന്നികൾ മേഞ്ഞു നടന്ന സ്ഥലത്ത് 7000-ൽ പരം വരുന്ന ഡെലിഗേറ്റ്സിന്റെ മുന്നിൽ 8ാമനായി വന്നു നിന്ന് ജനങ്ങളെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ആ പ്രസംഗം നടത്തിയ ഭാരതത്തിന്റെ കാഷായ വസ്ത്രധാരിയായ 6 അടി 1 ഇഞ്ച് ഉയരമുണ്ടായിരുന്ന ആ സന്യാസി വര്യൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വാരി വിതറിയ ഒരു ശ്ലോകമുണ്ട് വേദത്തിലെ അഥവാ ഉപനിഷത്തിലെ. ആ ശ്ലോകം കൂടെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വേണം ഈ കര വിട്ടു പോകാനെന്ന് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവരെ അഥവാ എന്റെ ആത്മസ്വരൂപരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല,
ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, ക്ഷുരസ്യധാര നിശിതാ ദുരത്യ ദുർഗം പദസ്തവയോ വദന്തി. ഈ വരി മറന്നു പോകരുത്. ഉത്തിഷ്ഠത, ഉണർന്നു നിൽക്കൂ. നമ്മൾ ഇപ്പൊ ഉണർന്നു നിന്ന പോലെ, ഈ കരയിൽ നമ്മൾ ഉണർന്നു നിന്ന പോലെ, ലോകത്തിന്റെ ക്യാമറ കണ്ണുകൾ മുഴുവനും ഇന്ന് ഈ തീരത്തേക്ക് വന്നു നിൽക്കുന്നത് പറയൂ ഈ എന്താ പറയുക, ഈ സമൂഹത്തിന്റെ ഒത്തൊരുമയിലാണ്. അതുകൊണ്ടാണ് പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഒന്നിച്ചു നിൽക്കുക, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, കൈ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. ഉണർന്നിരിക്കണം, ഉറങ്ങിപ്പോകരുത്. കുറെ കാലം ഉറങ്ങി ബ്രിട്ടീഷുകാർ മുതുകത്ത് ചവിട്ടി, പരദേശികൾ പലതും ചവിട്ടി, നമ്മുടെ സംസ്കാരം തന്നെ മറന്നു. ഏകദേശം 271 വർഷം നമ്മുടെ സംസ്കാരത്തെ മറന്നു കിടന്നപ്പോ ഈ ഭാരതപ്പുഴ നിശബ്ദമായി നിന്നു. ഇപ്പൊ ഇതാ വീണ്ടും അതിനുശേഷം ആ മഹാസ്വരൂപന്മാരൊക്കെ ഇവിടെ ഒന്നിച്ചു കൂടി ഈ യജ്ഞത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഉള്ളു നിറഞ്ഞു നിൽക്കുകയാണ്. ഉണർന്നിരുന്നാൽ പോരാ. അടുത്ത വരി കഠോപനിഷത്ത് ഉറക്കെ നമ്മുടെ ചുവട്ടിലേക്ക് പറയുന്നുണ്ട്, ജാഗ്രത. ഉറപ്പിച്ചത് മനസ്സിലാക്കാം. ഉണർന്നിരുന്നിട്ട് മാത്രം കാര്യമില്ല. ഇപ്പൊ ഗുരുവായൂരിക്കൊക്കെ പോകുമ്പോൾ അലാറം വെച്ച് നമ്മൾ ഉണർന്നിരുന്നു, പെട്ടെന്ന് 5 മണി അല്ലെങ്കിൽ ഒരു 3 മണിക്ക് എഴുന്നേറ്റു. 3 മണി വേണ്ട, ഒരു 4 മണിക്ക് എഴുന്നേറ്റാൽ മതി. ഒന്നുകൂടി കിടന്നാൽ പിന്നെ നമ്മൾ 12 മണിക്ക് എഴുന്നേൽക്കൂ. അതുകൊണ്ട് പിന്നെ ഉറങ്ങാൻ പോകരുത്. ജാഗ്രത ആയിട്ടിരിക്കണം. എവിടെ എത്തുന്നത് വരെ പറയും, എവിടെ എത്തുന്നത് വരെ, ലക്ഷ്യം കാണുന്നത് വരെ ആ ജാഗ്രത നമ്മളെ ഉള്ളിലുണ്ടാവണം. ഒരു സംശയം വേണ്ട, ജാഗ്രത നമ്മളെ ഉള്ളിലുണ്ടാവണം. ആ ജാഗ്രത ഇതാ ഈ കര മുഴുവനും കാണുന്നു. ഇവിടെ നിൽക്കുന്നവർ മാത്രമല്ല, പരസഹസ്രം ജനങ്ങള് ഇതാ ഒഴുകുന്ന ഭക്തന്മാര്, മഹാത്മാക്കള്, പൂർവ്വജന്മത്തിൽ അടിച്ചു വെച്ച കല്ലുകള്, അവർക്ക് മാത്രമേ ഇവിടേക്ക് എത്താൻ കഴിയുള്ളൂ. ഒരു പക്ഷേ ആ എന്താ പറയാ പാദധൂളികൾ എന്താ പറയാ കൊണ്ട് ഇവിടെ നിന്ന് ആ തീർത്ഥത്തിലൊന്ന് കുളിച്ച് എത്രയോ സന്യാസിമാര്, അഘോരിമാർ ഉൾപ്പെടെയുള്ള എത്രയോ മഹാസ്വരൂപന്മാര് കുളിച്ച് കയറിപ്പോയ തീർത്ഥീ കുർവന്തി ഇതി തീർത്ഥ, അതാണ് ആ വാക്കിന്റെ അർത്ഥം. തീർത്ഥീ കുർവന്തി ഇതി തീർത്ഥ. ആ തീർത്ഥത്തിലൊന്ന് കുളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വെള്ളം എടുത്തൊന്ന് തലയിൽ തളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒത്തുകൂടിയ പ്രിയപ്പെട്ടവർക്ക് എന്റെ ഹൃദയത്തിൽ ചേർത്തൊരു നമസ്കാരം വീണ്ടും പറയുകയാണ്. ജാഗ്രത ആയിട്ടിരിക്കൂ. തീർന്നില്ല, ജാഗ്രത ആയിട്ടിരിക്കൂ. പോരാ, ആ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. ക്ഷുരസ്യധാര നിശിതാ ദുരത്യ. വാളിന്റെ തുമ്പിന്റെ മുകൾ കൂടെ നടക്കണ പോലെയാണ് ആ യാത്ര. വളരെ ശ്രദ്ധ വേണം. കാല് മുറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമ്മൾ നമ്മുടെ കർമ്മത്തെയും നമ്മുടെ ധർമ്മത്തെയും മുറുകെ പിടിച്ച്, നെഞ്ചോട് മുറുകെ പിടിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് ഇതൊരു ശക്തിയായി തീരട്ടെ. നമ്മുടെ ഈ ഒരു കർമ്മം ശക്തിയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതെന്താന്ന് വെച്ചാല്, ഒരു 10 രൂപ കിട്ടിയാൽ ഒന്ന് സമ്പാദിച്ചു വെച്ച് കാശി വരെ തന്നെങ്കിലും ഒന്ന് പോണം. കാശിയിലെ മണികർണികാഘട്ട് എപ്പോഴെങ്കിലും ഒന്ന് കാണണം. അവിടുത്തെ ത്രിവേണി സംഗമത്തില് ഒന്ന് മുങ്ങി നിവരണം എപ്പോഴെങ്കിലും ഒരിക്കൽ. ഈ ടാവട്ടത്ത് നിൽക്കുമ്പോ അപ്പൊ നിങ്ങൾക്ക് ഭാരതപ്പുഴയുടെ നമ്മളിവിടെ ഒത്തുകൂടിയ ആ മാഘമഹത്തിന്റെ ആ മഹിമ നിങ്ങൾക്ക് അവിടെ എത്തി അത് കാണുമ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ആ ചുടലഭസ്മത്തിലാണ് സാക്ഷാൽ മഹാദേവൻ തന്റെ സുന്ദരമായ താണ്ഡവ നടനം നടത്തുന്നത്. ആ താണ്ഡവവും കൂടി ഒരു സെക്കൻഡ് കൊണ്ട് കാട്ടിത്തന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് 24 മണിക്കൂറും ശവം ദഹിച്ചുകൊണ്ടിരിക്കുന്ന മണികർണികാഘട്ട്, 24 മണിക്കൂറും ശവം ദഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മണികർണികാഘട്ടിൽ, ആ ചുടലഭസ്മത്തിലാണ് കാശി വിശ്വനാഥൻ, അതായത് മഹാദേവൻ തന്റെ താണ്ഡവ നടനം നടത്തുന്നത്. ആ താണ്ഡവം ഒന്ന് എപ്പോഴെങ്കിലും ഒരിക്കൽ കാണണം. ഒരു കാൽ മുയലകന്റെ തലയിൽ, അധർമ്മത്തിന്റെ തലയിൽ. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ എളുപ്പം മനസ്സിലാവും. നമ്മളെ പ്രപഞ്ചത്തിന്റെ താളമാണത്, പ്രപഞ്ചത്തിന്റെ ധർമ്മമാണത്. ഒരു കാൽ മുയലകന്റെ തലയിൽ, മറ്റേ കാല് അല്പമൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഇവിടെ നൃത്തം പഠിച്ചവരുണ്ട്, അവർക്ക് എളുപ്പം മനസ്സിലാവും ഞാൻ ഈ പറയണത്. ഒരു കൈ ആ എന്താ പറയാ കാലിലേക്ക് ചൂണ്ടി, മറ്റേ കൈ അഭയമുദ്രയായിട്ട് പിടിച്ചു. ചിദംബരത്തൊക്കെ പോയാൽ ഇതിന്റെ പല സ്വരൂപങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാം. പോരാ, പിറകിൽ 2 കൈ കൂടി ഉണ്ട് അവൻ, ആ നടരാജശിവന്. അവൻ ഈ പ്രപഞ്ചമാകെ കയ്യിലെടുത്ത് അമ്മാനമാടി തന്റെ ആനന്ദ നടനമാടിക്കൊണ്ടിരിക്കുന്നു. ആ പിറകിൽ 2 കൈ കൂടി ആ നടരാജശിവനുണ്ട്. അതിൽ ഒരു കൈയിൽ ഡമരുകമാണ്. ഡമരുകം എന്ന് വെച്ചാൽ സകല സൃഷ്ടിയും അവനിലാണ്. ഒരു കൈയിൽ അഗ്നിയാണ്. സകല സംഹാരവും അവനിൽ തന്നെയാണ്. ഇനി ഒരു രഹസ്യം കൂടി ആ നടരാജശിവനിൽ അടങ്ങിയിരിക്കുന്നു. അത് ഇവിടെ നിന്നൊന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കണം. എന്താണ് എന്താ പറയാ രഹസ്യം? ഇവിടെ ശ്രദ്ധിക്കൂ. ആ നടരാജശിവൻ അർദ്ധനാരീശ്വരനാണ്. അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാല് പകുതി പുരുഷനും പറയൂ പകുതി സ്ത്രീയുമാണ്. എന്ന് വെച്ചാൽ ആ ദേവന്റെ വാമഭാഗം എന്ന് വെച്ചാൽ ഇടത്തെ ഭാഗം പറയൂ, ഇടത്തെ ഭാഗം ദേവിയാണ്, പരാശക്തിയാണ്. അതാണ് ഇവിടെ ബിന്ദു
ലക്ഷണ സംയുക്തയായിട്ട് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അദൃശ്യ സാന്നിധ്യമായിട്ട് ആ ദേവിയുടെ സങ്കല്പം ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ നന്നത് മൂലാധാരത്തെ ഉയർത്തും, ഒരു സംശയമില്ല. അപ്പൊ ഇടത്തെ ഭാഗം ദേവിയും പറയൂ, വലത്തെ ഭാഗം ശിവനുമാണ്. അതുകൊണ്ടാണ് അവളെ ശിവശക്തിയായുക്ത എന്ന് വിളിക്കുന്നത്. ശിവനും ശക്തിയും, എനർജി മാറ്റർ. ഈ എനർജി മാറ്റർ കോസ്മിക് ഡാൻസ് ആണ് ഈ പ്രപഞ്ചമാകെ നടക്കുന്നത്. അതിന്റെ ആനന്ദത്തിന്റെ എന്താ പറയുക ഒരു അംശം സ്വീകരിക്കാനാണ് ഞാനും നിങ്ങളും ഈ കരയിൽ ഒരു പുഴുവിനേക്കാളും ചെറുതായിട്ട് അണോരണീയാം മഹതോ മഹീയാം എന്ന ഭാവത്തില് ഈ കരയിലും അക്കരയിലും ഒക്കെ ആയിട്ടും പിന്നെ ഈ മണലാരണ്യത്തിലും വിന്യസിച്ച് നിൽക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടെ ശ്രദ്ധിക്കണേ, ഈ അർദ്ധനാരീശ്വര സങ്കല്പം തന്നെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതമൊക്കെ തന്നെയും. ഭാര്യാഭർത്താക്കന്മാര് ആ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ ഗാർഹപത്യാഗ്നിയെ വീട്ടിൽ ജ്വലിപ്പിച്ച് രാവിലെയും വൈകുന്നേരവും അവനവന്റെ സന്ധ്യാവന്ദനം ചെയ്ത് അവനവന്റെ ധർമ്മത്തെ നല്ല രീതിയിൽ അനുഷ്ഠിച്ച് അവനവന്റെ ധർമ്മത്തെ തള്ളിപ്പറയാതെ ഒറ്റക്കെട്ടായി നിന്ന് അന്ത്യേഷ്ടി വരെയുള്ള കർമ്മത്തെ ചെയ്യുമ്പോൾ ഒരു തെങ്ങിന്റെ മുകളിൽ നിന്ന് പട്ട അടർന്ന് താഴേക്ക് വീഴുന്ന ഭാവത്തില് ഒരു ഭയവും ഇല്ലാണ്ട് ഒരു വിഷമവും ഇല്ലാണ്ട് നമ്മൾ ഈ കർമ്മപദത്തെ അവസാനിപ്പിച്ച് ഈ കൂട് പൊട്ടിച്ച് മഹാസ്വാതന്ത്ര്യത്തിലേക്ക് കടക്കും. ആ സ്വാതന്ത്ര്യത്തെയാണ് മോക്ഷം എന്ന് വിളിക്കുന്നത്. ആ മോക്ഷഭൂമിയിലേക്ക് എത്തിപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സാഷ്ടാംഗം നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ അവസരം എനിക്ക് തന്ന എന്താ പറയാ അമ്മയുടെ ആശ്രമത്തിൽ അനവധി തവണ വരുന്നയാളാണ് ഞാൻ. അമ്മയുടെ ആ കരുത്ത്, ഇവിടുത്തെ സ്വാമിനി അമ്മയുടെ കരുത്ത് വെറുതെ ഒന്നുമല്ല അമ്മ ആ പദ്ധതി അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മയെ ഒന്ന് സ്നേഹപൂർവം ഒന്ന് അടുത്ത് നിന്ന് അവിടുത്തെ പാദത്തിലേക്ക് ആ പാദുകം വെച്ചു കൊടുക്കണം. ഇനി ഒരാൾ കൂടി ഉണ്ട് ഇവിടെ ആദരിക്കപ്പെടാൻ, ഒരാൾ കൂടി ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെയും കൂടെ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ആദരിക്കുക. അത് കഴിഞ്ഞ് അങ്ങേക്കരയില് സ്വാമിയുണ്ട്. സ്വാമി എനിക്ക് നേരിട്ട് കാണാൻ കഴിയുമോ എന്നറിയില്ല, അദ്ദേഹം തിരക്കിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ആ സംഗതി ഇവിടെ കൊടുത്തേൽപ്പിച്ച് ഇവരെ ആരോടെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ച് ഞാൻ തിരിച്ച് ഇവിടെ വാങ്ങും. ഒരൊറ്റയാളെയും കൂടി എനിക്ക് കാണണമെന്നുണ്ട്. അതെന്താ വെച്ചാൽ ഇതിന് ഭക്ഷണം കൊടുക്കുന്ന, നിരന്തരം ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന മഹാത്മാവിനെ കാണാതെ പോകാൻ പറ്റില്ല. കാരണം അഹമന്നം 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 എന്നാണ്. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ എന്ന് വേദം പറയുന്നു. അപ്പൊ ആ മഹാത്മാവിനെ ഇവിടെ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പം ഇവിടെ വന്ന് കയറിയതാണ്. കാണാൻ പറ്റുച്ച അദ്ദേഹത്തെ കാണും. എന്നിട്ട് സന്തോഷപൂർവ്വം ഇവിടെ തിരിച്ചിറങ്ങണം, ഉള്ളു നിറഞ്ഞ് തിരിച്ചിറങ്ങണം, ഒരു ഓർമ്മയായിട്ട് തിരിച്ചിറങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സാഷ്ടാംഗ നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ എന്താ പറയാ ആ പരാശക്തിയുടെ തൃക്കാൽക്കൽ പൂജാപുഷ്പങ്ങളായിട്ട് പതിക്കട്ടെ. ഈ ത്രിമൂർത്തി സംഗമത്തിൽ എല്ലാവരുടെയും തൃക്കാൽക്കൽ ആ പൂജാപുഷ്പങ്ങളായിട്ട് ഈ വാക്കുകൾ പതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് സ്വസ്തി നേർന്നുകൊണ്ട് ശാന്തി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. നമഃ ശിവായ.